രാജശേഖരൻ സാറേ, ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. അതിൻ്റെ പ്രചാരണമൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കേരളം എല്ലാം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഇന്ത്യ ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ലോകത്തെ പല രാജ്യങ്ങളിലും ഇന്ത്യ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഒരു ചർച്ചാ വിഷയമാണ്. പല രാജ്യങ്ങളും അതുപോലെ അവരുടെ ഏജൻസികളും മാധ്യമ സ്ഥാപനങ്ങളും അടക്കം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. മോദി മൂന്നാം വട്ടവും അധികാരത്തിൽ വരുന്ന തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങൾ എന്ന് സാറിന് തോന്നുന്നുണ്ടോ? അത് തോന്നലല്ല, യാഥാർത്ഥ്യമാണ്. മോദി വരരുതെന്നുള്ളത് ഉള്ളിലുള്ള ഭാരത ശത്രുക്കളുടെയും ഭാരതത്തിന് പുറത്തുള്ള ഭാരത ശത്രുക്കളുടെയും ഒരു പൊതു അജണ്ടയാണ്. ആ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ആ അജണ്ട ഹിന്ദു വിരുദ്ധ വർഗീയതയുടേതാണ്, ദേശവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെയാണ്. മതപരമായ ഹിന്ദുവിരുദ്ധമാണ്, ദേശമൊന്നരുതി ഭാരത വിരുദ്ധമെന്നാണ്. ആ ചിന്തയ്ക്ക് കാരണമുണ്ട്. ഭാരതത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഹൈന്ദവ ദേശീയതയാണ്. ആ ഹൈന്ദവ ദേശീയത തകർത്തു കഴിഞ്ഞാൽ ഭാരതമെന്നുള്ള ഈ ഉപഭൂഖണ്ഡത്തെ പലതരത്തിലുള്ള സമ്പത്ത് കൊണ്ടും ലോകത്തിന് അതിലൊക്കെ പ്രധാനമായിട്ടും ഇത്രയും ജനസംഖ്യയുള്ള രാജ്യം ലോകത്തിൻ്റെ ഡിമാൻഡ്, സാമ്പത്തിക ഡിമാൻഡിനെ നിയന്ത്രിക്കുന്ന, എഫക്റ്റീവ് ഡിമാൻഡിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. വാങ്ങൽ ശേഷിയുള്ള വലിയ ഒരു സമൂഹത്തിൻ്റെ രാജ്യമാണ് ഭാരതം. അതുതന്നെ അവർക്കൊരു കാരണമാണ്. ഇപ്പം ഭാരതത്തെ പലതായി വിഭജിച്ചോ എങ്ങനെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെ ഭാരതത്തിന് മുകളിൽ അവരുടെ പഴയ അധിനിവേശ കാലത്തെ നിയന്ത്രണം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ഓർക്കണം. ഈ ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വരുന്ന ഘട്ടത്തിൽ ലോകത്തിൻ്റെ സാമ്പത്തിക ശക്തിയുടെ 25% ഭാരതത്തിലായിരുന്നു. അവരിവിടെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് കട്ടും മോഷ്ടിച്ചും കൊണ്ടുപോയതിൻ്റെ എല്ലാം ബാക്കി കഴിഞ്ഞിട്ട് 3% അത് കുറഞ്ഞു. ഇപ്പോഴും ഭാരതത്തിലെ സാധ്യതകൾ, ചൂഷണത്തിനുള്ള സാധ്യതയുണ്ടെന്ന് ചൈന, അമേരിക്ക തുടങ്ങിയ അധിനിവേശ ശക്തികൾ കൃത്യമായിട്ടും അറിയാം. അതുകൊണ്ടാണ് അവർ ഹൈന്ദവ ദേശീയത എന്ന ഭാരതത്തിൻ്റെ അടിസ്ഥാനത്തെ ആക്രമിച്ചുകൊണ്ട് ഭാരതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെയാണ് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതിൻ്റെ കാര്യങ്ങളിലേക്ക് ചോദ്യങ്ങൾ വരുന്നത്. അത് ഒരുപക്ഷെ കേവലം നമ്മൾ കാണുന്നതിനപ്പുറം ചില ഘടകങ്ങൾ അതിനകത്തുണ്ട്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്ത് ഇന്ന് പഴയതിന് വ്യത്യസ്തമായ ഒരു തന്ത്രം അവർ ഉപയോഗിക്കുന്നത്. ചൈനയും പാകിസ്ഥാനും പ്രകടമായിട്ടും ഭാരതത്തിൽ ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്കെതിരാണ്. കാരണം ശക്തമായൊരു രാഷ്ട്ര നേതൃത്വം കൊടുത്തു ഇന്ദിരാഗാന്ധി, എന്തെല്ലാം പറഞ്ഞാലും. അതുപോലെ ഇന്ന് നരേന്ദ്രമോദി വന്നപ്പം വീണ്ടും ഭാരതത്തിൽ ശക്തമായൊരു പ്രതിരോധത്തിൻ്റെ ശക്തി ഭാരതം കണ്ടു, ലോകം കണ്ടു. അങ്ങനെ സ്വയം പ്രതിരോധിക്കാൻ കഴിവുള്ള ഭാരതത്തെ ഇന്ദിരയുടെ കാലത്താണെങ്കിലും മോദിയുടെ കാലത്താണെങ്കിലും അമേരിക്ക ഉൾപ്പെട്ട ശക്തികൾക്ക് സഹിക്കാൻ പറ്റില്ല. മനസ്സിലായി. അവിടെയാണ് നമ്മുടെ ജനാധിപത്യത്തെ ആക്രമിക്കുന്നതിൻ്റെ ഒരു ഘടകം. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, മറ്റെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക വികസനത്തിൻ്റെ കാര്യമെടുത്ത ലോകത്തിനൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം 1980 മറ്റുമൊക്കെ ഏതാണ്ട് ഭാരതവും ചൈനയൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. ഇന്ന് ഭാരതത്തിൻ്റെ സാമ്പത്തിക ശക്തിയുടെ 3.5 ഇരട്ടിയായിട്ട് ചൈന വളർന്നുവെങ്കിൽ അത്രയും വേഗത്തിലാണ് ചൈനയുടെ പോക്ക്. ഭാരതത്തിൻ്റെത് കമ്പാരിറ്റീവ്ലി പതിയായിരുന്നു, ഏതാണ്ട് മോദി വരുന്നത് വരെ. അതിന് കാരണം എന്ന് പറയുന്നത്, അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, ഒരുപക്ഷെ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും മറ്റ് ലോക ജനാധിപത്യ രാജ്യങ്ങൾക്കും പോലും ചൈനയുടെ പുറകെ പോകേണ്ടി വന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ജനാധിപത്യം തന്നെയാണെന്നായിരുന്നു. ഒരു പൊതുബോധം വന്നു ലോകത്ത്. ജനാധിപത്യം വികസനത്തിന് തടസ്സം സൃഷ്ടിക്കും, ചൈന ടൈപ്പിലുള്ള ഭരണകൂടം വികസനത്തെ എളുപ്പമാക്കും എന്ന ഒരു രീതി. ഉദാഹരണം, നമ്മൾ ഇവിടെ ഗുജറാത്തിലെ ആ നർമ്മദ
ജലപദ്ധതിയുടെ പദ്ധതി കണ്ടു. അതെ. ഇവിടെ എത്ര കാലം കൊണ്ടാ ചെല്ലുന്ന കോടതിയിൽ നിന്നെല്ലാം സ്റ്റേ, ചെല്ലുന്ന കോടതിയിൽ നിന്നെല്ലാം തടസ്സം, നിത്യവും സമരങ്ങൾ. ജനാധിപത്യ പ്രക്രിയയാണ്, കേട്ടേ പറ്റുള്ളൂ. 60 കൊല്ലത്തോളം കാത്തിരുന്നിട്ടാണ് ഭാരതത്തിന് ആ ഗുജറാത്തിൽ വെള്ളം കിട്ടുന്ന പദ്ധതി നടപ്പിലാക്കാൻ പറ്റിയത്. നേരെ ചൈനയിലെ സമാനമായൊരു പദ്ധതി കുറേയധികം ഭവനങ്ങളെ ഇല്ലാതാക്കിയ, കുറേയധികം ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയ, പ്രകൃതിപരമായ സന്തുലിതാവസ്ഥ ഇല്ലാതെ ഒരു കാര്യം കൊണ്ടുവരാൻ വേണ്ടി കേവലം 12 വർഷം എടുത്തിട്ടുള്ളൂ. അപ്പം ചൈനയുടെ മോഡൽ, ഭരണ മോഡൽ, അതാണ് വികസനത്തിന് ത്വരിതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മറു ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത, ചോദിച്ചവൻ പിറ്റേ ദിവസം തൊട്ട് ഭൂമിക്ക് മുകളിൽ കാണുകയില്ലാത്ത സംവിധാനമുള്ള കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റ് ചൈനയുടെ രീതി. അവിടെ ചോദ്യം ചോദിക്കുന്നവൻ പിറ്റേ ദിവസം കാണുകയില്ല. ആ ഒരു രീതിയുള്ള ചൈനയോട്, അവരുടെ ഭരണ സംവിധാനത്തോട് ലോകത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ താരതമ്യം ചെയ്തപ്പം ജനാധിപത്യം വികസനത്തിന് വഴിതടസ്സമാക്കുന്നൊരു ബോധ്യം വന്നത്. പക്ഷെ അതിനൊരു തിരുത്തു കൊടുത്തത് ആരെന്നറിയാമോ? ലോകത്തിന്, ഭാരതത്തിനല്ല, തിരുത്തു കൊടുത്തത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി പറഞ്ഞു, കാണിച്ചു കൊടുത്തു. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോഴും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായപ്പോഴും ജനാധിപത്യം ഈ വഴി തടസ്സമാകണമെന്നില്ല. ജനാധിപത്യത്തെ സകാരാത്മകമായി കൈകാര്യം ചെയ്താൽ, കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി കൈകാര്യം ചെയ്താൽ ജനാധിപത്യവും വികസനം ത്വരിതപ്പെടുത്തുന്ന ശക്തിയാണെന്ന് മോദി കാണിച്ചു കൊടുത്തു. അവിടെ മോദിജി ഒരു കാര്യം കൃത്യമാക്കി. ഭരണകൂടം സ്ഥിരത വേണം, ഭരണസ്ഥിരത വേണം. തീർച്ചയായും ഗുജറാത്തിൽ 3 ടേം മോദിക്ക് കിട്ടി, ഭരണസ്ഥിരത കിട്ടി. ഗുജറാത്തിനെ ഒരു വികസന മോഡലാക്കി ഭാരതത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ അധികാരം മോദിയുടെ കൈകളിലേക്കായി. ഇനിയും ഭാരതത്തെ ഒരു വികസനത്തിൻ്റെ മോഡലായിട്ട്, ആത്മനിർഭര ഭാരതമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വികസനത്തിൻ്റെ മോഡലാക്കി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ജനാധിപത്യത്തിൻ്റെ വിജയ സാധ്യതയാണ് മോദി ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്. അതാണ് മോദിയുടെ ജനാധിപത്യ രംഗത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. അത് ചെയ്യുമ്പം ആദ്യം പറഞ്ഞ കൂട്ടരുണ്ടല്ലോ മോദി എതിർക്കുന്നവര്, ലോകത്തിൻ്റെ അങ്ങനെ ഒരു അവസ്ഥ, ജനങ്ങളുടെയും ജനാധിപത്യത്തിൻ്റെയും പ്രഭാവമുള്ള ഒരവസ്ഥ ലോകത്തുണ്ടാവരുത്, ചൂഷണത്തിന് പറ്റുന്ന അവസ്ഥ ലോകത്ത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഈ ജോർജ് സോറോസും ഈ ചൈനയുടെ ഏജന്റുമാരും പാകിസ്ഥാൻ ഏജന്റുമാരും. പിന്നെ ജനിതക കാരണങ്ങൾ കൊണ്ട് തന്നെ ഹിന്ദുവിനെ എതിർക്കുന്ന പാകിസ്ഥാനും വർഗീയ തീവ്രവാദികളാണ്, അവരുമുണ്ട്. അപ്പം ഇവിടെയാണ് മോദി കൃത്യമായ സന്ദേശം കൊടുത്ത് ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് വരുമെന്ന് പറഞ്ഞോട്ടെ, ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നുവെങ്കിൽ ഈ കോവിഡ് ഉണ്ടായപ്പം ഒരു അടിയന്തരാവസ്ഥയ്ക്കുള്ള എല്ലാ സാഹചര്യവും തീർച്ചയായും പലരും പ്രതീക്ഷിച്ചതുമാണ് അങ്ങനെ ഉണ്ടാവും. എങ്ങനെ മോദി അതില്ല ജനാധിപത്യ രീതിക്കുള്ള കോവിഡിനെ കൈകാര്യം ചെയ്ത് മോദി കാണിച്ചു കൊടുത്തിയ കാഴ്ചയുണ്ടല്ലോ, അത് ലോകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭാരതം അതിനെ ഇപ്പം കാര്യം നേടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടാതിരിക്കുക. എന്താണെന്നറിയുമോ? ഈ കോവിഡ് എന്താണെന്നറിയുമോ? ഒരു സംശയവും വേണ്ട. ചൈനയുടെ ബയോളജിക്കൽ ലാബിൽ അവർ ജൈവ ആയുധം നിർമ്മിക്കുന്ന അവരുടെ ഫാക്ടറിയിൽ പരീക്ഷിച്ച് ഡെവലപ്പ് ചെയ്തെടുത്തത്, അതിന് അമേരിക്കയുടെ സഹായം വരെ ഉണ്ടായിരുന്നു. എടുത്ത ഈ വൈറസ് ഒരുപക്ഷെ അബദ്ധത്തിലാകാം അത് പുറത്തു വന്നത്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണെന്ന് പറയാനുള്ള കാരണം നമുക്കിപ്പോൾ ആയിട്ടില്ല. ചൈനയിൽ ഒരുപാട് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈറസിനെ അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞപ്പം അതിനെ ഉപയോഗിച്ചുകൊണ്ട് ലോകം പിടിച്ചെടുക്കാൻ വേണ്ടി ചൈന ശ്രമിച്ചു. അതാണ് അന്ന് ഇദ്ദേഹം നമ്മുടെ MA ബേബിയും SR പിള്ളയൊക്കെ പറഞ്ഞു കൊറോണാനന്തരം ലോകത്ത് കമ്മ്യൂണിസം ആകുന്നു. ചാടിക്കര അഭിപ്രായം ഒറ്റ മാസത്തിനുള്ളിലാണ് പറഞ്ഞത്. അതിനിടയ്ക്ക് ഭാരതത്തിൽ നടന്നത് എന്താണ്?
അതും കൂടെ ആലോചിച്ചു നിങ്ങൾ ചർച്ച വെക്കണമെന്ന് എനിക്ക് പറയാം തീർച്ചയായും ഈ കൊറോണ വിഷയം. തീർച്ചയായും. പക്ഷെ ആ കൊറോണയുടെ ഒറ്റ വാചകത്തിൽ പറയാം, പശ്ചാത്തലത്തിൽ ഭാരതത്തിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭാരതത്തെ പിടിച്ചെടുക്കാനാണ്, ഭാരതത്തെ സ്വന്തം അധിനിവേശത്തിനുള്ളിൽ കൊണ്ടുവരാനാണ്, ഒരുപക്ഷെ ഭാരതത്തിലെ ആന്തരിക രാഷ്ട്രീയ ശക്തികളെ കൊണ്ട് പ്രശ്നമുണ്ടാക്കി അവരിലേക്ക് അധികാരം കൈമാറാൻ വേണ്ടിയാണ് ചൈന അന്ന് പ്ലാനിട്ടത്. ആ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഒരു പ്രാധാന്യവുമില്ലാത്ത ഈ നമ്മുടെ എന്താ പറയേണ്ടത് പൗരത്വ ഭേദഗതി നിയമം. അതിൻ്റെ പേരിലൊക്കെ സമരങ്ങളുടെ പരമ്പര സൃഷ്ടിച്ച് കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഭാരതത്തിൽ ആന്തരിക പ്രശ്നങ്ങളുടെ ശൃംഖലയാണ് പ്ലാനിട്ടത്. എനിക്ക് ഈ സമയത്തുള്ളത് പറയാൻ കഴിയില്ല. പക്ഷെ മോദി ഒരു അടിയന്തരാവസ്ഥയും കൊള്ളുന്നില്ല. ഒറ്റ പ്രഖ്യാപനത്തിൽ, അതായത് ലോക്ക്ഡൗൺ, ഇനി എല്ലാവരും വീട്ടിലിരുന്നാൽ മതി, പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞ ഒറ്റ പ്രഖ്യാപനത്തിലുണ്ടല്ലോ, ഈ ഭീകരവാദികൾക്കും എന്താ പറയുക ആതങ്കവാദികൾ നീന്തി പറയും, തീവ്രവാദികൾക്കും എല്ലാം വീട്ടിൽ നിന്ന് പുറത്ത് റോഡിലേക്ക് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ വന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ കൊണ്ടുവരാതെ തന്നെ ആ സാഹചര്യത്തെ മാനേജ് ചെയ്തു. അവസാനം എന്താ ഉണ്ടായത്? നിവൃത്തി കെട്ടി ചൈന ആക്രമണത്തിന് തയ്യാറായി ലഡാക്കിൽ. എന്ത് സംഭവിച്ചു? അതിനെ ശക്തമായി പ്രതിരോധിച്ചു. കടന്നു കയറി ഒന്നുവിൻ്റെ പെടലി ഓടിച്ച് തിരിച്ചു വിട്ടു, ഇല്ലേ? അപ്പോൾ പ്രതിരോധത്തിൻ്റെ ശക്തി കാണിച്ചു. അതിന് അടിയന്തരാവസ്ഥ പോലുള്ള കാര്യങ്ങൾ പോലും വേണ്ടെന്നും വ്യക്തമാക്കി. അതുപോലെ തന്നെ ബാലക്കോട്ട് സ്ട്രൈക്ക് ലോകത്തിന് മുമ്പിൽ ഭാരതം കാണിച്ചു കൊടുത്ത ശക്തിയുടെ ഒരു പ്രതിരോധ ശക്തിയുടെ പ്രകടനം ഉണ്ടല്ലോ. ഇത് മോദിയല്ല ആരംഭിച്ചത്, അടൽജിയുടെ കാലത്ത് ആരംഭിച്ചത്. ഇത് ആ പൊക്രാൻ സ്ഫോടനവും കാർഗിൽ യുദ്ധവും കൊണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ ദേശീയ ജനാധിപത്യ മുന്നണി ലോകത്തൊരു സന്ദേശം കൊടുത്തു. ഭാരതം ഉണരുകയാണ്, വി ആർ കമ്മിങ് അപ്പ് ആൻഡ് നോബഡി ക്യാൻ സ്റ്റോപ്പ് അസ്. ഞങ്ങൾ ഉയരുകയാണ്, ഞങ്ങളെ ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നൊരു കാരണം കൊടുത്തു. പെട്ടെന്ന് തന്നെ ഉണ്ടായ ഇലക്ഷന് എല്ലാവരും കൂടെ വട്ടം കൂടി ദേശീയ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമിട്ടു, രാഷ്ട്രീയമായ വളർച്ചയ്ക്ക് തടസ്സമിട്ടു. പക്ഷെ രാജ്യം തെറ്റ് മനസ്സിലാക്കി തിരുത്തി. ഇവിടെ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക മേഖലയിലും പ്രതിരോധ മേഖലയിലും വ്യവസായ വളർച്ചയുടെ മേഖലകളിൽ, അതുകൂടാതെ ഈ വികസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ അടുത്തേക്ക് എത്തുന്ന രീതിയിൽ, ഒപ്പം തന്നെ അഴിമതിയെ നിമജ്ജനം ചെയ്തുകൊണ്ട് അഴിമതി ഇല്ലാതാക്കുന്നതിനുള്ള രീതി, സെക്കുലറായിട്ടുള്ള അപ്രോച്ച്, ജാതിയും മതവും ഇല്ലാത്ത അപ്രോച്ച്, ജനങ്ങളെ ജനങ്ങളായി കാണുന്ന അപ്രോച്ച്, ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം മോദി വീണ്ടും തുടർന്നു കഴിഞ്ഞാൽ അത് ലോകത്തിന് ജനാധിപത്യത്തിന് അനുകൂലമായി മാറും. ഒപ്പം തന്നെ ജനാധിപത്യ വിരുദ്ധർക്ക്, ജനാധിപത്യ വിരുദ്ധ ശക്തികൾക്ക് അത് ചൈന പിന്തുടരുന്ന കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾ, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയും, ഫാസിസ്റ്റ് എന്ന് കൂടെ ചേർക്കണം, യഥാർത്ഥ ഫാസിസ്റ്റ് അവരുടെയാണ്. പാകിസ്ഥാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിക വർഗീയ ശക്തികൾ, തീവ്രവാദ ശക്തികൾ, പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ക്രിസ്ത്യൻ മതവിരുദ്ധ ശക്തികൾ, ഇവരെല്ലാം കൂടെ ശക്തിയെ നേരിടുന്ന രീതിക്ക് കൃത്യമായ ജനാധിപത്യ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നിടത്താണ് മോദിയുടെ വിജയം. ആ നരേന്ദ്രമോദിയുടെ പോക്കിനെ രാഷ്ട്രീയമായി പറയുമ്പോൾ അതിനേക്കാട്ടിൽ ഭേദപ്പെട്ടൊരു സാഹചര്യം കൊണ്ടുവന്ന് മോദിയേക്കാൾ മിടുക്കനായി. ഭാരതത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ലോകത്തിൻ്റെയും താല്പര്യം ആരെങ്കിലും ചെയ്യുന്നതിന് ഒരു പകരം സംവിധാനം കൊണ്ടുവരുന്നത് വരെ ഭാരതം കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ന് നിലവിൽ വന്ന സാഹചര്യത്തെ നിലനിർത്തിയെങ്കിൽ മാത്രമേ ഭാരതത്തിന് ലക്ഷ്യം വെച്ചിട്ടുള്ള ആ ഉദാത്തമായ ലെവലിലേക്ക് വളരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വളരുന്നത് ഭാരതത്തിന് മാത്രം ആവശ്യമല്ല. കോവിഡ് കാലത്തുൾപ്പെടെ ലോകത്തെന്ന് എവിടെ ആവശ്യമുണ്ടായി കഴിഞ്ഞാലും സഹായം എത്തിക്കാൻ തയ്യാറായ ഒരു രാജ്യം, ആ രാജ്യത്തിന് ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കേണ്ടത് ലോകത്തിൻ്റെ തന്നെ ആവശ്യമാണ്. തീർച്ചയായും.
ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ വിദേശ ഏജൻസികളും അതുപോലെ മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് അവർക്ക് സഹായം നൽകേണ്ടത് ഇന്ത്യക്കകത്ത് നിന്നുള്ള ചിലർ തന്നെയായിരിക്കും. സാർ അവരെല്ലാം മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ മോദി ഈ പറഞ്ഞ പോലെ തനിക്കെതിരെ വരുന്ന അക്രമം മുൻകൂട്ടി കാണാൻ നേരത്തെ തന്നെ തിരിച്ചറിവുള്ള ഒരു നേതാവാണെന്ന് പണ്ട് തന്നെ പറയപ്പെടുന്ന ഒരാളാണ് മോദി എന്ന് പറയുന്നത്. മോദി ഇതിനൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊരു ഞാൻ എഴുതിയൊരു ലേഖനത്തിൽ എഴുതിയ കാര്യം പറയാം. അതായത് ലങ്കയിലേക്ക് ഹനുമാൻ സ്വാമി ചെല്ലുന്നൊരു ലങ്കമുണ്ട്. ശരി. അവിടെ വെച്ച് സുരസ ഹനുമാൻ സ്വാമി ആക്രമിക്കുന്ന ഒരു സംഭവം അറിയാമല്ലോ. ഹനുമാൻ സ്വാമിയെ വിഴുങ്ങുക എന്ന ലക്ഷ്യമാണ് അവരിട്ടത്. അവരെന്താ ചെയ്തത്? അവരുടെ ഹനുമാൻ സ്വാമി സ്വയം വളരെ കഴിവുള്ള ആളാണ്. ഹനുമാൻ സ്വാമി സ്വയം വളരെ തോറും അവരവരുടെ വായുടെ വലിപ്പം കൂട്ടിപ്പോയി. ആദ്യം ആവശ്യപ്പെട്ടത് നിങ്ങളെ എനിക്ക് ഭക്ഷിക്കണം, ഞാൻ രാമന്റെ കാര്യത്തിന് വേണ്ടി പോവുകയാണ്, തിരിച്ചു വരുമ്പം അമ്മയ്ക്ക് ഭക്ഷണമായിട്ട് ഞാൻ സ്വയം ഇപ്പം തന്നെ കഴിക്കണമെന്ന് പറഞ്ഞു. ശരിയൊന്നും ആയിക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഈ ശരീരം വളർത്തി കൊണ്ടുപോയി അല്ലേ. ഒരു സ്റ്റേജിലെത്തിയപ്പോഴത്തേക്ക് ഇദ്ദേഹം ശരീരം ചെറുതാക്കിയിട്ട് വായിക്കുള്ളിൽ കയറി ഇറങ്ങിപ്പോയി അല്ലേ. എന്ന് പറയുന്നത് പോലെ അന്ന് ഞാൻ സോണിയാഗാന്ധിയെയും നരേന്ദ്രമോദിയെയും താരതമ്യം ചെയ്ത ഈ ലേഖനം എഴുതിയത് ലോകത്തിലെ ഏത് ശക്തിക്കും സുരസയായി ഈ പറഞ്ഞ ലോകമാധ്യമങ്ങൾക്കും അവരെ സഹായിക്കുന്ന ഭാരതത്തിനുള്ളിലുള്ള ശക്തികൾക്കും സുരസയുടെ രൂപത്തിൽ നരേന്ദ്രമോദിയെ വിഴുങ്ങാൻ ശ്രമിക്കാം. പക്ഷേ ആ വിഴുങ്ങാൻ ശ്രമിക്കുന്നവരൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും അവർക്ക് തന്നെ നല്ലത്. ആ മോദിയുടെ പ്രഭാവം, പ്രഹരശേഷി, പ്രഹരശക്തി എങ്ങനെയാണെന്നും ഏത് കോണിൽ നിന്നാണെങ്കിലും ഏത് തലത്തിലാണെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിവൈഭവം അവർക്കൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.